ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മറ്റുള്ള ഭാഷകൾ പോലെ തന്നെയാണ് ഇംഗ്ലീഷും. വളരെ സഭ്യമായ ഒട്ടനവധി യൂസേജുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നടത്തുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫോണിലും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ ചില ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഹു ആർ യു, ഇതാരാണ് എന്നുള്ള അർത്ഥത്തിലൊന്നും ഡയറക്റ്റ് ചോദിച്ചു പോകരുത്. കാരണം ഒട്ടനവധി സഭ്യമായിട്ടുള്ള വാചകങ്ങൾ, പ്രയോഗങ്ങളും ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ട് സംഭാഷണം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം. മറ്റുള്ള ഭാഷയെപ്പോൾ തന്നെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള പദപ്രയോഗങ്ങൾ എല്ലാതും ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് കുറേ യൂസേജുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ യൂസേജുകളുണ്ട്. അത് നമ്മൾ അതേപടി ഉപയോഗിക്കുകയാണ്, ഒരു മാറ്റവും വരുത്താതെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഒരാളെ കാണുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയരുത്. GOO, ഗുഡ് മോർണിംഗ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇടുവതൊന്നും പുറത്തേക്ക് കേൾക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ട് കാണുമ്പോൾ അതിന് സുപ്രഭാതം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ തിരിച്ച് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഗുഡ് മോർണിംഗ് ടു അങ്ങനെയും പറയാം, നിങ്ങൾക്കും മോർണിംഗ്. പിന്നെ നമ്മൾ ചോദിക്കുക എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുക. എല്ലാവരും ചോദിക്കുന്നത് ഹൗ ആർ യു എന്നാണ്. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായിട്ട് ഐ ആം ഫൈൻ. ഈ രണ്ടെണ്ണമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് മാറ്റി വേറെയും രീതികളില്ലേ, ധാരാളമുണ്ട്. കുറച്ച് സമയമായിട്ട് കാണാത്ത ഒരാളെയാണ് കാണുന്നതെങ്കിൽ, കുറച്ച് സമയമായിട്ട് ആളെ കണ്ടിട്ടില്ല, അപ്പോഴാണെങ്കിൽ ഹൗ ഹാവ് യു ബീൻ ചോദിക്കാം. ഹൗ ഹാവ് യു ബീൻ. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഐ ബീൻ ബെറ്റർ, ഐ ബീൻ ഗുഡ്, ഐ ബീൻ ബെറ്റർ, ഐ ബീൻ ഗുഡ് എന്നൊക്കെ മറുപടിയായിട്ട് പറയാം. പക്ഷേ ഐ ഹാവ് ബീൻ ഗുഡ് അങ്ങനെ പറയേണ്ട കാര്യമില്ല. സ്പോക്കൺ അല്ലേ, സംസാര ഭാഷയിൽ അങ്ങനെ എല്ലാം എടുത്തു പറയേണ്ടതില്ല. ചിലത് നമ്മൾ ഐ ഹാവ് എന്ന് പറയുന്നതിന് ഐ യു ബീൻ, ഐ അപ്പോസ്ട്രോഫി VE, ഹാവിലത്തെ HE നമ്മൾ എടുത്തു കളഞ്ഞു. അപ്പോൾ ഐ ബീൻ ബെറ്റർ, ഐ ബീൻ ഗ്രേറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഹൗ ആർ യു ഡൂയിങ് ഇൻ ദ മോർണിംഗ്, നമ്മൾ രാവിലെ കാണുമ്പോൾ ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഐ ആം ഡൂയിങ് ഗ്രേറ്റ്, അല്ലെങ്കിൽ ഐ ആം ഡൂയിങ് ഗുഡ്. ഹൗ ആർ യു ഡൂയിങ്, ഐ ആം ഡൂയിങ് ഗുഡ്, ഐ ആം ഡൂയിങ് ഗ്രേറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയണം. വെറുതെ നമ്മൾ കാണുമ്പോൾ ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ഇതിലും നല്ല പ്രയോഗങ്ങൾ ഉണ്ട്. ഇനി നിങ്ങൾ നൈസ് ടു മീറ്റ് യു നമ്മൾ കാണുമ്പോൾ പറയാറുണ്ട്, കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. നൈസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു എന്നല്ലാതെ വേറെയും യൂസേജ് ഉണ്ട്. ഗുഡ് ടു സീ യു, ഗുഡ് ടു സീ യു, ഗുഡ് ടു സീ യു കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് ചോദിക്കണമെങ്കിൽ വേറെയും രീതികളുണ്ട്. വാട്സാപ്പ്. അപ്പോൾ അതിന് പറയാം, മറുപടിയായിട്ട് പറയാം നോട്ട് മച്ച് ജസ്റ്റ് റിലാക്സിങ്, നോട്ട് മച്ച് ജസ്റ്റ് റിലാക്സിങ്, ഐ ആം ഗുഡ്. ഇതിനൊക്കെ മറുപടിയായിട്ട് ഈ രീതിയിൽ നമുക്ക് പറയാം. ഇനി വേറെയും പ്രയോഗമുണ്ട്. കുറേ സമയമായിട്ട് ഒരാളെ കണ്ടില്ലെങ്കിൽ ലോങ് ടൈം നോ സീ, ലോങ് ടൈം നോ സീ ഇങ്ങനെയും ഒരു യൂസേജ് ഇംഗ്ലീഷിലുണ്ട്. ഇതൊക്കെ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇനിയും ചോദിക്കാൻ നമ്മൾക്ക് ധാരാളമുണ്ട്. ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, നോട്ട് മച്ച്, ഇറ്റ്സ് ഗോയിങ് വെൽ. ഈ രീതിയിലൊക്കെ ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, നോട്ട് മച്ച്, ഗോയിങ് വെൽ, ഗുഡ് ഈ രീതിയിലൊക്കെ നമ്മൾക്ക് പറയാൻ കഴിയും. അപ്പം നമ്മൾ ഒരു ചോദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ
How is it going? How are you doing? How have you been? How have you been എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സമയം കാണാത്ത ഒരാളെ പിന്നീട് കാണുമ്പോഴാണ് how have you been ചോദിക്കേണ്ടത്. അതിന് ഉത്തരമായിട്ട് പറയണം I been great, I have been great എന്ന് പറയണമെന്നില്ല. ചുരുക്കി പറയണം I haveൻ്റെ ചുരുക്കം I been great, I been better, I been good. ഈ രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി how are you എന്ന് ചോദിക്കുമ്പോഴും I am good, I am all right എന്നൊക്കെ നമുക്ക് പറയാം. ഈ I am fine എന്ന് ഉപേക്ഷിക്കാം. കാരണം കുറേ സമയമായിട്ട് നമ്മൾ ഉപയോഗിച്ച് അത് കേട്ട് നമുക്കൊരു ഇറിറ്റേഷൻ പോലെ ചിലപ്പോൾ തോന്നാം. ആവർത്തന വിരസത എന്ന് പറയില്ലേ. അപ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. വേറെ നല്ല യൂസേജുകളുണ്ടല്ലോ. വാട്സാപ്പ് എന്ന് ചോദിക്കാം. ഈ രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങളെ ചോദിക്കാൻ കഴിയും. അപ്പോൾ നീ ഒരു ചോദ്യം ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആളെ കാണുമ്പോൾ നൈസ് ടു മീറ്റ് യു, അതിന് പകരമായിട്ട് നമുക്ക് ഗുഡ് ടു സീ യു. പിന്നെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് നീട്ടി അതേ തരത്തിൽ തന്നെ അതേ രീതിയിൽ ഉത്തരം പറയാതെ ചെറിയ ചെറിയ ഉത്തരങ്ങളായിട്ട് നമുക്ക് പറയാം. എങ്ങനെ ചെറിയ ഉത്തരങ്ങളായിട്ട് നമുക്ക് പറയാം? ഞാൻ നിന്നോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നു, നീ അത് ചെയ്തോ? ഡിഡ് യു ഡു ദാറ്റ് ജോബ്? ഡിഡ് യു ഡു ദാറ്റ് ജോബ്? നീ ആ ജോലി ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് മറുപടി എന്താ പറയുക? യെസ് ഐ ഡിഡ്. യെസ് ഐ ഡിഡ്. ഡിഡ് യു ഡു ദാറ്റ് ജോബ്? യെസ് ഐ ഡിഡ്. ഇങ്ങനെ ചുരുക്കി യെസ് ഐ ഡിഡ് ദാറ്റ് ജോബ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്പോക്കൺ ഇംഗ്ലീഷാണ്. പഠിക്കുമ്പോൾ ഈ രീതിയിൽ ചെറിയത് പറഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലുവൻസിയിലേക്ക് പോകേണ്ടത്. ഇനി ചോദിക്കുകയാണ്, ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? യെസ് ഐ ഹാവ്. യെസ് ഐ ഹാവ്. അതിൻ്റെ അർത്ഥം ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. അപ്പോൾ അത് ചുരുക്കി പറയേണ്ട സമയത്ത് ചുരുക്കി തന്നെ പറയണം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്നൊന്നും പറഞ്ഞ് തെറ്റിക്കാൻ നിൽക്കാതെ യെസ് ഐ ഹാവ്. ഈ രീതിയിലാണ്. പിന്നെ നമ്മൾ രാവിലെ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്കത് രാവിലെ ഒരു 12 മണി വരെയാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയുള്ളൂ. അതിനുശേഷം ഗുഡ് മോർണിംഗ് അല്ല പറയേണ്ടത്, അതിനുശേഷം ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ് പറയേണ്ടത്. അത് ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെയൊന്നും പറയേണ്ട, ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെയാണ് നമ്മളത് ചേർത്ത് പറയേണ്ടത്. സംസാരിക്കുമ്പോൾ ചേരുമ്പോൾ ചില അക്ഷരങ്ങളും ലെറ്റേഴ്സൊക്കെ ലോപിച്ചു പോവും, ഇല്ലാതെയോ പോവും. ഹൗ എബൌട്ട് എന്ന് ചോദിക്കുമ്പോൾ ഹൗ എബൌട്ടിലത്തെ എ ഒന്നും കേൾക്കണമെന്നില്ല. ഹൗ അബൌട്ട് യു അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും മോർണിംഗ് എന്ന് പറയാതെ 12 മണി വരെ പറയുക. 12 മണിക്ക് ശേഷം നമ്മൾ പറയേണ്ടത് ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അത് 5 മണി വരെ നമ്മൾക്ക് തുടരാം. ഗുഡ് ആഫ്റ്റർനൂൺ. 5 മണിക്ക് ശേഷം നമ്മൾ പിന്നെ പറയുന്നത് ഈവനിങ് എന്നാണ്. ഗുഡ് ഈവനിങ് എന്നാണ് പറയുന്നത്. നല്ല ഈവനിങ് ആണെങ്കിലും അല്ലെങ്കിലും അത് സമയത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഗുഡ് ഈവനിങ്. അപ്പോൾ അതിനുശേഷം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത്. ഗുഡ് നൈറ്റ് എപ്പോഴാണ്? രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത്, വിട പറയുന്ന സമയത്താണ് ഗുഡ് നൈറ്റ്. അപ്പോൾ അതുവരെ നമ്മൾ പറയുന്നത് ഗുഡ് ഈവനിങ് എന്നാണ്. ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്പോക്കണിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നൈസ് ടു മീറ്റ് യു എന്നൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട്. ഹൗ ആർ യു എന്നൊക്കെ മാറ്റിയിട്ട് ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഹാവ് യു ബീൻ. ഈ രീതിയിൽ നമ്മൾ ഡയലോഗുകളെ മാറ്റിയെടുക്കേണ്ട സമയമായി. അപ്പോൾ നല്ല നല്ല പ്രയോഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, നല്ല യൂസേജ് കിട്ടുമ്പോൾ നമ്മൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ചോദിക്കും ചോദ്യങ്ങൾ. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ കുട്ടി ഐ ആം ഫൈൻ എന്ന് പറയും. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓരോ വേർഡിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കും അറിയില്ല. ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ഫൈൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുട്ടി അതിന് മറുപടിയായിട്ട് ഐ ആം ഫൈൻ എന്ന് പറയും. അപ്പോൾ ഇനി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, ഹൗ ആർ യു ഡൂയിങ്, ഈ രീതിയിൽ ഡയലോഗ്, കൺവെർസേഷനിലത്തെ നല്ല നല്ല ഡയലോഗുകൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അതിനോടൊപ്പം ചെറിയ ടെൻസുകളിലത്തെ ചെറിയ ഗ്രാമറും പഠിപ്പിച്ചാൽ സ്കൂളിൽ നല്ലൊരു സമയത്ത് എത്തുമ്പോഴേക്കും നല്ലൊരു പ്രൊഫിഷ്യൻസി അവർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ
പ്രത്യേകിച്ചും കോൺവെർസേഷനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു രാവിലെ തൊട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പറയുന്നതും അതിനുശേഷം ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നതും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റും. പിന്നെ നമ്മൾ മറുപടിയായിട്ട് പറയുമ്പോൾ എപ്പോഴും നീട്ടി വലിച്ച് പറയാതെ ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്? യെസ് ഐ ഹാവ്. നീ ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കുന്നെങ്കിൽ യെസ് ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്ന് പറയാതെ യെസ് ഐ ഡിഡ്. വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ എന്ന് ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരണോ, നീ വരാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഐ വുഡ് ലൈക്ക്. മുഴുവൻ സെൻറ്റൻസ് പറയാതെ നമ്മൾ പറഞ്ഞ് പഠിക്കുന്നവരാണെങ്കിൽ, സ്പോക്കൺ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി കൂട്ടേണ്ടവരാണെങ്കിൽ ഈ രീതിയിൽ ചെറിയ ചെറിയ രീതിയിലാണ്, ചെറിയ സെൻറ്റൻസുകളായിട്ടാണ് പറഞ്ഞ് പഠിക്കേണ്ടത്. മൊത്തം സെൻറ്റൻസ് പറയുമ്പോൾ തെറ്റിപ്പോവും. ഒരിക്കൽ പ്രൊഫഷ്യൻസി നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലുവൻസി വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അതുവരെ നമുക്ക് ഈ രീതിയിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകൾക്ക് ചെറിയ രീതിയിലുള്ള മറുപടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാവും ഫ്ലുവൻസി കൂട്ടാൻ നല്ലത്. ഓർത്ത് വയ്ക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയിൽ റിയൽ സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുമായിട്ട്, റിയൽ ഡയലോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.